ഗൈസ് എന്ത് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട്? നല്ലൊരു വ്യത്യസ്തമായ ഒരു അനുഭവം. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാൻ വ്ളോഗ് എടുക്കാറുള്ളൂ. സോ ഇന്ന് എനിക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ ചേട്ടൻ്റെ കല്യാണമാണ്. സോ കല്യാണ വിശേഷങ്ങളിലേക്ക് പോകാം. കല്യാണ വിശേഷങ്ങൾ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിന് മുമ്പ് കാണാം കേട്ടോ. ഷീറ്റിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവാ തിരിയടി ഇതൊക്കെ ഞാൻ ഇടും. കുഞ്ഞാവ ഷമ്മിയാണ് ഗൈസ്, തിരിച്ചു നിൽക്കും. കാഴ്ചക്കാർക്ക് എന്തെങ്കിലും. അങ്ങനെ കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കും. സെപ്റ്റംബർ 14 കല്യാണം. ഗുരുവായൂർ വെച്ചാണ് കല്യാണം നടക്കുന്നത്. പിന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും ഫങ്ഷൻസും എല്ലാം തൃശ്ശൂർ തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓണത്തിൻ്റെ സമയത്തായതുകൊണ്ട് പൂക്കളും എല്ലാ സൈഡിൽ കൂടെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഓരോരോ പണികളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ക്വിക്കായിട്ട് കല്യാണ ദിവസത്തേക്ക് പോകാം. തഞ്ചാവൂർ പോയൊരു വ്ളോഗിനകത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് സാരി എടുത്തു, അതിൻ്റെ കൂടെ തന്നെ കല്യാണച്ചരക്ക് എടുത്തു എന്നുള്ള കാര്യം. ആ കല്യാണച്ചരക്ക് എടുത്തത് ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന ഈ യെല്ലോ ആൻഡ് ഡാർക്ക് പിങ്ക് കളർ സാരിയും നമ്മൾ തഞ്ചാവൂരിൽ നിന്ന് തന്നെ എടുത്തതാണ്. തഞ്ചാവൂരിലെ ആനന്ദം സിൽക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസിൽ നിന്നാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളത്. ഈ തവണ സാരിയുടെ കൂടെ ഒരു നാടൻ പെൺകുട്ടി വൈബായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. മുടി ഫുൾ ബ്രെയ്ഡ് ചെയ്ത് പൂവെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് ഉദ്ദേശിച്ച പോലെ തന്നെയുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയത്. സോ ഐ ആം വെരി ഹാപ്പി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ താലികെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. ബാക്കിയുള്ള ഫങ്ഷൻസ് ആയിരുന്നു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മളെ രീതിയിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ് തൃശ്ശൂരുകാരുടെ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം. സോ നമുക്കതൊരു കുറച്ച് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. സോ അങ്ങനെ കല്യാണത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നു. കുടി വയ്ക്കാനുള്ള പരിപാടീസാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ചേട്ടയുടെ കല്യാണത്തിന് യെല്ലോ സാരി തന്നെ ഉടുക്കുള്ളൂ എന്ന് ഭയങ്കര വാശിയായിരുന്നു എനിക്ക്. പിന്നെ തഞ്ചാവൂർ പോയപ്പോൾ ഒറ്റയടിക്ക് കിട്ടി, ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വാങ്ങിച്ചു. നല്ലൊരു സാരിയായിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ മെറ്റീരിയൽ പറയാൻ പറ്റില്ല, ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. തഞ്ചാവൂരിൽ നിന്ന് വാങ്ങിയ എല്ലാ സാരിക്കും ഇതേ സെയിം മെറ്റീരിയലാണ്. ഉടുത്തു കഴിഞ്ഞാൽ ഉടുത്ത പോലെ ഇരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര നേരം നമ്മൾ ഉപയോഗിച്ചു അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു സാരി. പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ കാണുന്നത് ചെക്കനും പെണ്ണിനും കൂടി വെച്ചിട്ട് മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ഞങ്ങളുടെ ഏരിയയിൽ ഈ ചടങ്ങുണ്ട്. നിങ്ങളുടെ എല്ലാ ഏരിയയിൽ ഇതിനെന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാം.
എന്ത് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട്? നല്ലൊരു വ്യത്യസ്തമായ ഒരു അനുഭവം. പക്ഷെ നമ്മൾ തളരില്ല. വളരില്ല. കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് തോന്നുന്നു? കല്യാണം കഴിഞ്ഞിട്ട് ഒന്നുമില്ല. അങ്ങനെ കല്യാണത്തിൻ്റെ അന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡേ ആണ് റിസപ്ഷൻ വരുന്നത്. എൻ്റെ ഈ ഒരു സ്വഭാവം നിങ്ങൾക്കും ഉണ്ടോ ഗൈസ്? സ്വന്തം ഫോട്ടോയുടെ സ്റ്റാറ്റസ് തന്നെയും പിന്നെ ഇരുന്ന് കാണുന്നത്. നെക്സ്റ്റ് ഡേ റിസപ്ഷൻ ആയിരുന്നു. ഈവനിങ് ആയിരുന്നു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇത് എൻ്റെ എൻഗേജ്മെൻറ്റ് ഷോളാണ്. അത് ഞാനൊരു ബ്ലാക്ക് ചുരിദാറുമായിട്ട് പെയർ ചെയ്തിട്ടാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇത് എൻ്റെ സിസ്റ്ററാണ്. അവളുടെ ഡ്രസ്സും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സോ ഇതെൻ്റെ കസിൻസ് ഗ്യാങ് ആണ്. നടുക്ക് നിൽക്കുന്നതാണ് ഞങ്ങളുടെ മാമൻ. പഴയ ഒരു ഐഡിയ ആണ്, എന്നാലും കസിൻസ് കൂടി എല്ലാവരും കൂടി ചെറിയൊരു പണിയൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ. കൂടെ നമ്മളൊരു ഡാൻസ് കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എത്രയും പെട്ടെന്ന് കാണാം. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.